السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഈ ഒരു പരിശുദ്ധമായ റമദാനിൽ 24 നോമ്പുകൾ അനുഷ്ഠിക്കുകയും ഒരു ഒറ്റവിട്ട രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് റബ്ബിലേക്ക് കൂടുതൽ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ ചിന്തകളുമായി ലോകമെമ്പാടുമുള്ള ആളുകളിങ്ങനെ സജീവമാകുമ്പോൾ അല്പസമയം നമ്മളിവിടെ ദേരയിലെ മർക്കസുൽ മനാർ അൽമനാർ ഇസ്ലാമിക് സെൻറ്റർ അതിൻ്റെ ഈ ഒരു ചെറിയ മുറിയിൽ 4 ചുമരുകൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ ഓർമ്മകളിലൂടെ അള്ളാഹുവിൻ്റെ കലാമുകളിലൂടെ സഞ്ചരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഓർമ്മകൾ, ദിക്റുള്ള എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പം നമുക്കൊക്കെ തോന്നും ഈ ഒരു സമയം ഇരുന്ന് ഖുർആൻ ഓതിയാൽ അതാണ് അഫ്ദൽ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. കാരണം ഖുർആൻ ഇറങ്ങിയ മാസാൻ. അതുപോലെ തന്നെ ചില ആളുകൾ തോന്നും അവിടെ ഇരുന്ന് ഏത് മൂലയിലിരുന്ന് ഞാൻ ദിക്റല്ലിക്കോളാം, ക്ലാസ് അവിടെ നടന്നോട്ടെ, അത് അയാളോട് സംസാരിച്ചോട്ടെ, അതായിരിക്കും ഏറ്റവും അഫ്ദൽ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊരു അജ്ഞതയാണ്. ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുക എന്നുള്ളത്. ഖുർആൻ ഏറ്റവും വലിയ ദിക്റാണ്, അല്ലേ? ഖുർആനാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ. പക്ഷെ ആ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ വിശദീകരിക്കപ്പെടുക എന്ന് പറയുന്നത് തദബ്ബുറുൽ ഖുർആൻ ഏറെ വിശിഷ്ടമാണ്. നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ, സ്വർണവും വെള്ളിയും ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കാൻ ആരെ മനസ്സും അനുവദിക്കൂല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പവന് എത്ര വില? നാട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അല്ലേ, 50,000-നും 60,000-നും അപ്പുറത്താണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പവൻ ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുകയാണെങ്കിൽ അയാൾ പിശുക്കനല്ല, അയാളെ മനസ്സിൻ്റെ പിശുക്ക് കെട്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത മനസ്സാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ നമ്മൾ നെഞ്ചേറ്റിയവരാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, റബ്ബിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും നിങ്ങൾ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ, എത്ര പവൻ എന്നവിടെ പറഞ്ഞിട്ടില്ല, കട്ടിക്കണക്കിന് സ്വർണ്ണ കട്ടികളെ നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ, ധർമ്മം ചെയ്യുന്നതിനേക്കാൾ, സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ദിക്റുള്ള, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളെന്നാണ്. പടച്ചറബിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന സദസ്സുകൾ വിശിഷ്ടമാണ് എന്നാണ് നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, 25 ദിവസങ്ങളും നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്നവരുണ്ട്. 25 ദിവസങ്ങളിലും ഇതിനെ കാതോർത്തവരുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബിൻ്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധത്തിന് പോയി, ജിഹാദിന് പോയി, എന്നിട്ട് ശത്രുവിനെ അയാൾ ഇടിച്ച് താഴെട്ട് ആ ശത്രു ഇയാളെയും പെരടിക്കടിച്ച് താഴെ ഇടുന്നതിനേക്കാൾ അയാൾ ചെയ്ത ആ ഒരു ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണ് റബ്ബിനെ സംബന്ധിച്ച് ഓർക്കുന്ന സദസ്സെന്നാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് മരണം വരെ ഓർക്കുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും സുന്ദരങ്ങളായ നിമിഷങ്ങൾ ഇനി വിരലിലെണ്ണാവുന്നത് അവശേഷിക്കുമ്പോൾ കൂടുതലായിട്ട് റബ്ബിലേക്ക് അടുക്കുക. ഇതുവരെ അടുത്തത് പോരാ, ഇനിയും അതിൽ കൂടുതൽ ശക്തമായി റബ്ബിലേക്ക് അടുക്കാനുള്ള ഫ്യുവൽ, അതിനുള്ള ഇന്ധനം നമ്മുടെ നെഞ്ചുകളിൽ നിറയണം. അതെന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്ന മഗ്ഫിറത്ത് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ചെയ്ത നോമ്പും നമ്മൾ അനുഷ്ഠിക്കുന്ന നമസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ ദിക്റുകളും നമ്മുടെ ദുആകളും അള്ളാഹ് സ്വീകരിക്കുമോ എന്ന ഭയം എനിക്കും നിങ്ങൾക്കുണ്ടാവണം. അതുണ്ടെങ്കിൽ റബ്ബ് മഗ്ഫിറത്ത് നൽകുമെന്നാണ്, അതുണ്ടെങ്കിൽ റബ്ബ് നമുക്ക് കൂലി നൽകുമെന്നാണ്. അത് റബ്ബിൻ്റെ വാക്കാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യനായ, നമ്മൾ കാണാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ഒരിക്കലും സാന്നിധ്യം അനുഭവിക്കാൻ സാധ്യമല്ലാത്ത വിധം റബ്ബ് അദൃശ്യനാൻ. അള്ളാഹു അഭൗതികത്തിൽ റബ്ബിൻ്റെതായ രീതിയിൽ റബ്ബ് മറഞ്ഞു നിൽക്കുന്നവനാൻ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള റബ്ബെന്നെ കാണുന്നുണ്ട്, റബ്ബെന്നെ വീക്ഷിക്കുന്നുണ്ട്, റബ്ബെന്നെ പരിപാലിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് എന്ന ചിന്തയിൽ റബ്ബിനെ ആര് ഭയപ്പെടുന്നുവോ, റബ്ബ് പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറ വലഹും അജ്റുൻ കബീർ. അവർക്ക് മഗ്ഫിറത്തുണ്ട്, പാപമോചനം ഉണ്ട്. നമ്മൾ ചെയ്ത തിന്മകൾക്ക് മുഴുവൻ റബ്ബ് മഗ്ഫിറത്ത് നൽകും, അള്ളാഹു പാപമോചനം നൽകും. അത് കരിച്ചു കളയാനാണ് റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതും നമസ്കരിക്കുന്നതും മറ്റുള്ള ജീവിതത്തിലുടനീളം റബ്ബിനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്നതും. റബ്ബ് പറയുന്നു, മഗ്ഫിറത്ത് മാത്രല്ല, വ അജ്റുൻ കബീർ, അതിമഹത്തായ വമ്പിച്ച പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്ന് നമ്മൾ ഓതിപ്പോയ, നമ്മൾ മനഃപ്പാടമാക്കി വെച്ച സൂറത്ത് മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു പോയ റബ്ബിന്റെ വാക്കാൻ. അള്ളാഹു അവൻ്റെ മഗ്ഫിറത്ത് നമുക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ രാവും പകലും ചോദിക്കണം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് റബ്ബ് എടുത്തു പറഞ്ഞതും അതാണ്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അത്താഴത്തിന് എണീക്കുന്ന നിമിഷങ്ങളിൽ അള്ളാഹുവിനോട് മുസ്തഗ്ഫിരീങ്ങളാണ് എന്നാൻ. റബ്ബിനോട് മഗ്ഫിറത്തിന് അങ്ങനെ ചോദിക്കാം. റബ്ബേ, ചെയ്തു പോയ പലതുമുണ്ട്, അറിഞ്ഞും അറിയാത്തതും, രഹസ്യമായതും പരസ്യമായതും, വലുതും ചെറുതും, ജീവിതത്തിൽ പലതും സംഭവിച്ചതുണ്ട്. റബ്ബേ, വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ എന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന മുസ്തഗ്ഫിരീങ്ങളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സൂറത്തു ത്വാഹയിലെ 81, 82 ആയത്തുകളാണ്. സൂറത്തു ത്വാഹയിലെ ഈ 2 ആയത്ത് ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. അള്ളാഹു പറയുന്നു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, നാം നിങ്ങൾക്ക് റിസ്ക്കായി നൽകിയതിൽ നിന്ന് നിങ്ങൾ നല്ലതിനെ തിന്നുക, നല്ലത് ഭക്ഷിക്കുക. ദുനിയാവിലെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനാണ് റബ്ബ് നമ്മളോട് പറയുന്നത്. റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളെ അങ്ങ് ആസ്വദിക്കുക. അത് ഭക്ഷണമാണെങ്കിൽ അത് നാം നിങ്ങൾക്ക് നൽകിയതാ, തിന്നോളൂ, നന്നായി തിന്നോളൂ. എന്നിട്ട് റബ്ബ് പറഞ്ഞു, മിനത് ത്വയ്യിബാത്, നല്ലത് ഭക്ഷിക്കണം, നല്ലത് നിങ്ങൾ ഭക്ഷിക്കുക. എന്നിട്ട് റബ്ബ് പറയുന്നു, വലാ തത്ഗൗ ഫീഹി, ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അതിലിങ്ങനെ വല്ലാതെ ദൂർത്തും അതിൽ അമിതവ്യയവും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അള്ളാഹു അത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രം, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ മിതമായി ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. നമ്മൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് നൽകാനുള്ള മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഒരിക്കലും അതിലൊരു ദൂർത്തും അതിൽ ഒരു അതിക്രമവും ഒരു വിശ്വാസി എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ദാസൻ എന്ന നിലക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുക എന്ന് റബ്ബ് പറഞ്ഞു. റബ്ബ് പറയുന്ന വാക്ക് ഇങ്ങനെ തുടർന്നു പോകാൻ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് ആ റബ്ബിന്റെ നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാക്കാതെ അതിൽ തോന്നിയ പോലെ ഇച്ഛക്കനുസരിച്ച് ആരെങ്കിലും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ മതിമറന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഫയഹില്ല അലൈക്കും ഗളബി, റബ്ബ് പറയുന്നു, അവന്റെ മേൽ എന്റെ കോപം അത് നിർബന്ധമായിരിക്കുന്നു. ഹലാൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനുവദനീയമാണ്. ഫയഹില്ല അലൈക്കും, അവന്റെ മേൽ എന്റെ കോപം വന്നിറങ്ങും, റബ്ബിന്റെ കോപം വന്നിറങ്ങും. റബ്ബിന്റെ അനുഗ്രഹങ്ങളെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിഞ്ഞ് അതിൽ അതിക്രമം കാണിച്ചാൽ എന്റെ കോപം, റബ്ബിന്റെ മഗ്ഫിറത്തല്ല. അപ്പൊ റബ്ബിന്റെ മഗ്ഫിറത്ത് കിട്ടൂല. ദേഷ്യം പിടിക്കുന്ന ഒരാൾ നമുക്ക് പുറത്തു തരോ? ഇല്ല. നമ്മൾ ദേഷ്യം പിടിക്കണ നേരത്ത് കുട്ടി വന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്താൽ നമ്മളെ കുട്ടി പറയണ, വാപ്പ ഞാൻ ചെയ്യൂല പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് മോനാ നോക്കൂല, നമ്മൾ പുറത്തു കൊടുക്കൂല, നമ്മൾ ദേഷ്യം പിടിക്കും. അല്ലാഹ് പറയാൻ, എന്റെ ദേഷ്യമുണ്ടാകും നിങ്ങൾ അതിക്രമം കാണിച്ചാൽ, എന്റെ അനുഗ്രഹങ്ങൾക്കപ്പുറം നിങ്ങൾ അതിക്രമം കാണിച്ചാൽ, ഞാൻ ചെയ്തു തന്ന സൗകര്യങ്ങൾക്കപ്പുറം നിങ്ങൾ അമിതവ്യയം കാണിച്ചാൽ, ഫയഹില്ല അലൈക്കും ഗളബി, എന്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങും. എന്റെ ആയത്ത് തീർന്നില്ല കേട്ടോ, അതിങ്ങനെ പറഞ്ഞു പോണേ, അവിടെ തീർന്നു വിചാരിക്കും, പക്ഷെ തീർന്നില്ല. റബ്ബ് കടുപ്പിച്ച് പറയാം. റബ്ബ് പറയുന്നു, വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ, വമൻ യഹ്ലിൽ അലൈഹി ഗളബി, എന്റെ കോപം ആരുടെ മേൽ വന്നിറങ്ങിയോ, ഞാൻ ആരോട് കോപിച്ചോ, ഫഖദ് ഹവാ, അവനിങ്ങനെ പരാജിതനായി താഴെ വീഴുമെന്നാണ്. പിന്നെ അവനക്ക് എണീറ്റ് നടക്കാനാവൂല. ഇഹത്തിലും പരത്തിലും റബ്ബിന്റെ സഹായം ഉണ്ടാവൂല. റബ്ബിന്റെ തൃപ്തിയും റബ്ബിന്റെ കാരുണ്യവും അവനെ ഒരിക്കലും കടാക്ഷിക്കൂല. പിന്നെ എങ്ങനെ റബ്ബിന്റെ മഗ്ഫിറത്തിട്ട? റബ്ബ് പറയാൻ, അവൻ പരാജിതനായി താഴെ വീഴുന്ന, തോറ്റമ്പിപ്പോകുമെന്നാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ജീവിതത്തിൽ ഒരു വിജയം അവൻ കാണൂല.
എന്നിട്ട് ആശ്വാസത്തിന്റെ ഒരു വാക്ക് റബ്ബ് പറയുന്നു, വ ഇന്നി ലഗഫാറുൻ, വ ഇന്നി ലഗഫാറുൻ. അവിടെയാണ് റബ്ബിന്റെ റഹ്മത്തിന്റെ വിശാലത, റബ്ബിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത. ഇങ്ങനൊക്കെ കടുപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് റബ്ബ് പറഞ്ഞിട്ട് റബ്ബ് പറയാ, വ ഇന്നി ലഗഫാറുൻ, ഞാൻ അങ്ങേയറ്റം മഗ്ഫിറത്ത് നൽകുന്നവനാണ്, ഞാൻ അങ്ങേയറ്റം നിങ്ങൾക്ക് പാപമോചനം തരും. എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ അക്രമം കാണിച്ചാലും, ഞാൻ തന്ന അനുഗ്രഹങ്ങളിൽ മതിമറഞ്ഞ് അമിതവ്യയം കാണിച്ച് നിങ്ങൾ തോന്നിയ പോലെ അക്രമം ചെയ്ത് ജീവിച്ചാലും ഞാൻ മഗ്ഫിറത്ത് നൽകും. എങ്ങനെയാണെങ്കിൽ ലിമൻ താബ, തൗബ ചെയ്യുകയാണെങ്കിൽ. ചെയ്തത് തെറ്റാണ് റബ്ബേ, എൻ്റെ ജീവിതത്തിൽ വന്ന കുറ്റമാണ്, അതെന്റെ പോരായ്മയാണ്, എൻ്റെ അറിവില്ലായ്മയാണ്, അതല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ പൈശാചികതയിൽ പെട്ടുപോയ ഞാൻ ചെയ്ത തിന്മയാണ് എന്നറിഞ്ഞ് അതിൽ പശ്ചാത്തപിച്ചാൽ ഇനി ഞാൻ അത് ചെയ്യൂല, ഇനി എൻ്റെ ജീവിതത്തിൽ അത് കടന്നു വരില്ല, ഞാൻ ആ തിന്മയിലേക്ക് ഇനി നടന്നു പോകില്ല എന്നവൻ തീരുമാനിച്ചുറപ്പിച്ചാൽ, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, ഞാൻ അങ്ങേയറ്റം ഗാഫിർ എന്നുള്ള പ്രയോഗം അല്ല നടത്തിയിട്ടുണ്ട് ഖുർആനിൽ. ഗഫൂർ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ ഗഫൂർ? പാപം പൊറുക്കുന്നവൻ. ഗാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെ മഗ്ഫിറത്ത് നൽകുന്നവൻ. പക്ഷെ ഗഫാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അത് ഫആലാൻ, എക്സ്ട്രീം ആണ്. അത് മുബാലഗ, അങ്ങേയറ്റം. ഏതറ്റം വരെ റബ്ബ് നമുക്ക് മഗ്ഫിറത്ത് നൽകുമോ ആ അറ്റം വരെ ഞാൻ നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകുന്നവനാണ്. റബ്ബിന്റെ ഏറ്റവും നല്ല നാമങ്ങളിൽ ഒരു നാമം അൽ ഗഫാർ. റബ്ബ് അത് എടുത്തു പറഞ്ഞു, അത് തൗബ ചെയ്തവർക്കാണ്. ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊറുക്കലിനെ തേടിയ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾക്കാണ്. പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, ആ ആയത്ത് തീർന്നില്ല. റബ്ബ് പറയുന്നു വ ആമന, എന്നിട്ട് ഈമാനോടുകൂടി മുഅ്മിനായി തന്നെ ജീവിക്കുകയും അവന്റെ ഈമാൻ അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയും ഈമാനോടുകൂടി അവൻ കഴിയുകയും വഅമില സ്വാലിഹ, സ്വാലിഹായ അമലുകളുമായി അവന്റെ ജീവിതത്തെ അവൻ നിർഭരമാക്കുകയുമാണെങ്കിൽ, അല്ലെ, എപ്പോഴും നല്ല നമസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, മറ്റുള്ള ആരാധന, നിർബന്ധമായതും ഐച്ഛികമായതുമായ കർമ്മങ്ങളിൽ അവൻ സജീവമാവുകയാണെങ്കിൽ, മറ്റോടത്ത് ഫഖദ് ഹവ, താഴെ വീണ് തരിപ്പായി എന്നല്ല പറഞ്ഞത്. റബ്ബ് പറയാൻ സുമ്മഹ്തദ, അവൻ എന്ത് ചെയ്യുന്നു? അവൻ പിന്നീട് വിജയശ്രീലാളിതനാകുന്നു, അവൻ സന്മാർഗം പ്രാപിക്കുന്നു. ഇഹത്തിലും പരത്തിലും അള്ളാഹു അവന് വിജയം സമ്മാനിക്കുന്നുവെന്നാണ്. അള്ളാഹു ആ നല്ല സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ ദിവസങ്ങൾ നമ്മളിലെ സംഭവിച്ചു പോയ തിന്മകളെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഒരു ഇന്ധനമാകട്ടെ ഈ സംസാരം. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ആവേശവും ഉന്മേഷവുമാകട്ടെ റബ്ബിന്റെ ഈ ആയത്തുകൾ. അള്ളാഹു അവന്റെ ആയത്തുകളെ വലിയ വർത്തമാനങ്ങളായി നെഞ്ചേറ്റുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ ഏറ്റവും നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനിന്റെ കേവലം വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. റബ്ബിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുക. എത്ര വലിയ തിന്മ ചെയ്താലും, എത്ര വലിയ തിന്മകൾ ചെയ്താലും അള്ളാഹു പുറത്തു നൽകുമെന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു. ഏറ്റവും വലിയ പാപം ഏതാ? ഏറ്റവും വലിയ പാപം അള്ളാഹുവിൽ പങ്കു ചേർക്കല. ഇന്ന ശിർക ലളുൽമുൻ അലീം. പക്ഷെ റബ്ബ് പറയാൻ ആ ശിർക്കിൽ നിന്ന് മാറി റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു ഒരു പക്ഷെ അവൻക്ക് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ ചില റബ്ബിനെ പരിഹസിച്ച ആൾക്കാരെ ലോകത്ത് കുറെ കാണാം. അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാന്ന് വാദിച്ച ആളുകൾ, മക്കക്കാര്, ഈസാ നബി അള്ളാഹുവിന്റെ മകനാണെന്ന് വാദിച്ച ആളുകള്, അല്ലേ, ലം യലിദ് വലം യൂലദ്, റബ്ബിനെ ഇങ്ങനെ അവഹേളിച്ച, റബ്ബിനെ ഇങ്ങനെ പരിഹസിച്ച ആളുകളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞപ്പോഴും റബ്ബ് പറഞ്ഞ വാക്കതാൻ ഇല്ലല്ലദീന യതൂബൂൻ, റബ്ബിലേക്ക് അഫലാ യതൂബൂന ഇലല്ലാഹ്. ഇങ്ങനൊക്കെ റബ്ബിന്റെ മേലെ അപവാദം പറഞ്ഞ് റബ്ബിനെ ഇങ്ങനെ പരിഹസിച്ച് നടന്ന ആളുകളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞ റബ്ബ അഫലാ യതൂബൂന ഇലല്ലാഹ്, അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ, പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലേ? അത് ചെയ്ത കുറ്റങ്ങളിൽ അവർ പശ്ചാത്തപിച്ചാൽ അത്ര അപരാധം പറഞ്ഞവന് പോലും, അത്ര വലിയ റബ്ബിനെ അവഹേളിച്ചവന് പോലും റബ്ബ് നൽകുന്നതാണ് മഗ്ഫിറത്ത് എന്നാൻ. പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് മഗ്ഫിറത്തിനെ കരഞ്ഞു ചോദിക്കുക, അള്ളാഹുവിലേക്ക് ഏറെ ആവേശത്തോടെ ചോദിക്കുക, അള്ളാഹുവിലേക്ക് ഏറെ ഇഷ്ടത്തോടെ പ്രതീക്ഷയോടെ അതിനെ ചോദിക്കുക. ഒരു രാവിലെ ഒരു നിമിഷവും റബ്ബിനോട് മഗ്ഫിറത്തിനെ ചോദിക്കാതെ കടന്നു പോകരുത്. കാരണം ഏത് സമയത്താണ് റബ്ബ് മഗ്ഫിറത്ത് തരാൻ നമുക്കറിയില്ല. ആ റബ്ബ് മഗ്ഫിറത്ത് കിട്ടാൻ ഒരു എളുപ്പമാർഗം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ച് കാണാനാകും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തുകളെ വിശദീകരിക്കുന്ന പ്രമുഖരായ സ്വഹാബികളിൽ ഏറെ ശ്രേഷ്ഠനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആ സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ അരികത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. നബിയുടെ കാലം കഴിഞ്ഞു. കുറെ കാലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ജീവിച്ചു. ആളുകൾക്ക് ഇങ്ങനെ ദീൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ഹബറുൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ പണ്ഡിതൻ എന്ന കീർത്തി സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആ സ്വഹാബിക്ക് മാത്രാൻ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മാത്രാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ അവിടുത്തെ തിരുക്കരങ്ങൾ വെച്ച് ദുആ ചെയ്തതാണ് ഇബ്നു അബ്ബാസിന് വേണ്ടി. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ദീനിൽ ഫിഖ്ഹ് കൊടുക്കണേ,
അവഗാഹം കൊടുക്കണേ. ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും കാര്യങ്ങളെ തെളിവ് പിടിച്ച് ഇസ്തിംബാത്ത് ചെയ്ത് ലോകത്തെ പഠിപ്പിക്കാനുള്ള വിവരം കൊടുക്കണേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചതാണ് ഇബ്നു അബ്ബാസിന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അരികിലാണ് ഒരാൾ വന്നിട്ട് ഒരു ഫത്വ ചോദിച്ചത്. എന്താ ഫത്വ എന്നറിയോ? അയാൾ വന്ന് പറയാൻ, ചിലപ്പോൾ നമ്മൾ കേട്ട സംഭവമാണ്, പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് ഒന്നുകൂടി നമുക്ക് കൂടുതൽ അത് ജീവിതത്തിൽ ഉപകരിക്കട്ടെ എന്നുള്ള നിലക്ക് സൂചിപ്പിക്കാൻ അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫഖതബ്തുഹ, ഞാൻ അവളെ വിവാഹം അന്വേഷിച്ചു, കല്യാണാലോചന നടത്തി. ഫഅബത് അൻ തൻകിഹനി, പക്ഷെ ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ വിവാഹം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവൾ എന്നെ വിവാഹം കഴിക്കാൻ കൂട്ടാക്കിയില്ല. അബത് അൻ തൻകിഹനി, എൻ്റെ ആ ഒരു ഖിത്ബത്തിനെ, വിവാഹ അന്വേഷണത്തെ അവൾ നിരസിച്ചു. പക്ഷെ എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അവളോടുള്ള ഇഷ്ടം മനസ്സിൽ നിറഞ്ഞപ്പോഴും അവർ നിരസിച്ചപ്പോഴും കുറച്ചേരം ഞാൻ നിന്നു. പക്ഷേ വേറെ ഒരാൾ അവളെ വിവാഹം അന്വേഷിച്ചു. മറ്റൊരാൾ, എന്നെ കൂടാതെ വേറൊരാൾ അവളെ വിവാഹം അന്വേഷിച്ചു. അങ്ങനെ അവരെ വിവാഹം ചെയ്തു, അയാളെ വിവാഹം ചെയ്തു. അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ആളെ വിവാഹം ചെയ്തപ്പോ ഫഗിർതു അലൈഹ, എനിക്ക് അവളോട് ദേഷ്യം തോന്നി, ഈറ തോന്നി. ഈർത്തു എന്നുള്ള വാക്കിന്റെ അതാണ് ഈറ. എന്താ ഈറ? എനിക്ക് ഈറ അടിച്ചതാണല്ലേ, എനിക്കൊരു ദേഷ്യം പിടിച്ചു. ഫഖതൽതുഹ, ഞാൻ അവളെ കൊന്നു. ഫഹല്ലി തൗബ, ഫത്വ അവിടെയാണ്. ഇബ്നു അബ്ബാസിനോട് പറയാൻ, എനിക്ക് ദേഷ്യം പിടിക്കാൻ എന്ന് സ്വാഭാവികമാണ്. അങ്ങനത്തെ ഒരു വൈകാരികമായ തലങ്ങളിലേക്ക് മനുഷ്യന്മാർ ചെന്നെത്തും. ചില ഇഷ്ടങ്ങൾ അല്ലെ, ചില ലഹരികളെക്കാളും ശക്തമാണ്. അയാൾക്ക് തോന്നിയ ആ ഒരു അവസരങ്ങളിൽ ആ പെണ്ണിനെ അയാൾ വധിച്ചു എന്നാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസിനോട് ചോദിക്കാൻ, പിന്നെ എങ്ങനെ മാനസാന്തരം വന്നു? ചെയ്തത് വലിയ അപരാധമാണ്, വലിയ കുറ്റാൻ. അയാളുടെ കുടുംബവും കേടന്നു, ആ പെണ്ണിന്റെ കുടുംബവും കേടന്നു, അവരുടെ ജീവിതവും കേടന്നു, ഒക്കെ കേടന്നു. ലോകത്ത് വലിയ ഫസാദാ സംഭവിച്ചത്. ഒരു ഹറാമായ ഇഷ്ടത്തിന്റെ പേരിൽ സംഭവിച്ചത് ലോകത്ത് ഫിത്നയാണ്, വലിയ ഫസാദാണ്. ഇബ്നു അബ്ബാസിനോട് വന്ന് ചോദിക്കാൻ, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ ഫഹല്ലി തൗബ, എനിക്ക് തൗബ ഉണ്ടാവോ? അന്ന് എൻ്റെ തൗബ സ്വീകരിക്കുമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എടുത്ത വൈക്ക് ചോദിക്കാണ്, ഹുമ്മുക ഹയ്യ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഉമ്മ ഉണ്ടോ, ഹയാത്തിലുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറയാം, റബ്ബിലേക്ക് പരമാവധി പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തോ, ഒരു പക്ഷേ റബ്ബ് നിനക്ക് പുറത്തു തന്നേക്കാം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അയാൾ മടങ്ങിപ്പോയപ്പോ അരികത്തുണ്ടായിരുന്ന ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താബിഈ അത്താ ഇബ്നു യസാർ റഹ്മഹുല്ലാ, അദ്ദേഹമാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഈ റിവായത്ത് ചെയ്യുന്നത്. അത്താ ഇബ്നു യസാർ റഹ്മഹുല്ലാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അരികിലുണ്ട്. അയാൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ അത്താ ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസിനോട്, അല്ല, നിങ്ങൾ എന്തിനാണ് അയാൾ ഇങ്ങനെ തൗബ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം എന്തിനാ ചോദിച്ചത്? ഇടയിൽ ഇപ്പൊ നമ്മളറിയില്ലേ, ഇടയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് എന്തിനാ, സന്ദർഭത്തിന് യോജിക്കാത്തൊരു ചോദ്യം നിങ്ങൾ എന്തിനാ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ഹദീസുകളിൽ നിന്നും ദീനിനെ മനസ്സിലാക്കിയ, അള്ളാഹുവിനെ മനസ്സിലാക്കിയ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെയും റബ്ബ് നൽകുന്ന റഹ്മത്തിനെയും മനസ്സിലാക്കിയ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ലിഅന്നി ലാ അഅലമു ബിഅമലിൻ, കാരണം എനിക്കറിയില്ല ഒരു അമലിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് ഒരു അടിമയെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് കളയുന്ന അമല് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന അമലാൻ, ഉമ്മാക്ക് നന്മ ചെയ്യുന്ന അമലാൻ. അതിനോളം ഒരു ദാസനെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമലിനെ പറ്റി എനിക്കറിയില്ല, ഞാൻ ഖുർആനിൽ വായിച്ചിട്ടില്ല, ഞാൻ ഹദീസിൽ പഠിച്ചിട്ടില്ല എന്നുള്ള നിലക്ക് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസോടെ കേൾപ്പിച്ചത്. ഈ സംഭവം ഞാൻ പറഞ്ഞു തരുന്നത്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല തിന്മകളും സംഭവിച്ചു പോയവരുണ്ട്, അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി. പലരെയും ദ്രോഹിച്ചതുണ്ടാകാം, പലരോടും കാണിച്ച ഉപദ്രവങ്ങൾ ഉണ്ടാകാം, അള്ളാഹുവിലേക്ക് ചെയ്ത റബ്ബ് നിർബന്ധമാക്കിയ ബാധ്യതകളെ ഉപേക്ഷിച്ചതുണ്ടാകാം, മറ്റുള്ളവർക്ക് നൽകേണ്ട അവകാശങ്ങളെ കവർന്നെടുത്തതുണ്ടാകാം, നാവ് കൊണ്ടും കൈകളെ കൊണ്ടും ചെയ്ത ഒരുപാട് അപരാധങ്ങൾ ഉണ്ടാകാം. അത് മുഴുവൻ റബ്ബ് പുറത്തു തരുമെന്നാൻ. പക്ഷെ റബ്ബിലേക്കുള്ള സാമീപ്യം വേണം, അടുപ്പം വേണം. ആ അടുപ്പത്തിനുള്ള ഏറ്റവും വലിയൊരു മാർഗം അമലുകളാൻ, സ്വാലിഹായ അമലുകളാൻ. അതിലേറ്റവും വിശിഷ്ടമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനുചരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകും അല്ലെ, അവർക്ക് ചെയ്യുന്ന പുണ്യങ്ങൾ ഏറ്റവും ചെറുതാണ്. അവരൊന്ന് വിളിക്കലും, അവർക്ക് സമ്പത്ത് ചെലവഴിക്കലും, അവർക്ക് എല്ലാവിധ അസുഖങ്ങൾ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കലും, അവരെ ചികിത്സിക്കലൊക്കെ ചെറുതാണ്. ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന പുണ്യങ്ങളെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാനാകും. അതിനൊക്കെ പഠിച്ചു വെച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ മാതാവിനോടൊരു അടുപ്പം കാണിക്കുക, ഉപ്പയോടും ഉമ്മയോടൊരു അടുപ്പം കാണിക്കുക. കുറേ ചെറുപ്പക്കാർ നമുക്ക് കാണാം. ഈ കഴിഞ്ഞ ദിവസം പോലും സോഷ്യൽ മീഡിയയിൽ ഒരു അമ്മ തൻ്റെ മകനെ പോലീസുകാർക്ക് പിടിപ്പിച്ചു കൊടുത്തത് ലോകം, കേരളക്കര മുഴുവൻ കേട്ട വലിയൊരു വാർത്തയാണ്. കാരണം ലഹരിക്കടിമകളാണ്. ഇന്നത്തെ യൗവനങ്ങൾ മുഴുവൻ, യുവത്വം മുഴുവൻ
പല നിലക്കുള്ള കാണാവുന്നതും കാണാത്തതുമായ അല്ലെ പല വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞു നിൽക്കുന്ന, ഇനി മണത്താലും അറിയാത്ത, മണമില്ലാത്തതും മണമുള്ളതുമായ എല്ലാ നിലക്കുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാണ് ഇന്നത്തെ കൗമാരം, ഇന്നത്തെ യുവതലമുറ. പ്രിയപ്പെട്ടവരെ, അതിനെ മുഴുവൻ കഴുകിക്കളയാവുന്ന, ഏറ്റവും നല്ല, അതിനു മുഴുവൻ ചെറുത്തുനിൽപ്പാകുന്ന, അതിനെ മുഴുവൻ പ്രതിരോധിക്കുന്ന ഒരു ഒരു യുവത്വം പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാൻ. നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനപ്പുറം തന്നെ റബ്ബിലേക്കുള്ള സാമീപ്യം, അതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരാധനകളോടും അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളോടും ഉണ്ടാകുന്ന ഒരു സമീപനങ്ങൾ പ്രിയപ്പെട്ടവർ ഈ റമദാനോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പുതുക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലക്കും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. ഒരു മകന്റെ പ്രാർത്ഥനയോളം വലുത് ഒന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ മകനാണോ, സ്വാലിഹായ അമൽ ചെയ്യുന്നവനാണോ മാതാപിതാക്കൾക്ക് അവന്റെ പ്രാർത്ഥന ഉപകരിക്കുമെന്നാണ്. അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സ്വാലിഹായ അമലുകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള അറിവും വിവേകവും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് എല്ലാ നന്മകളും ചെയ്ത് അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി എല്ലാ നന്മകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല മക്കളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറ്റവും നല്ല റബ്ബിന്റെ അടിയാറുകൾ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ റബ്ബിലേക്ക് അടുക്കുന്ന, റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കുന്ന, റബ്ബിന്റെ മഗ്ഫിറത്ത്, റബ്ബിന്റെ റഹ്മത്ത്, റബ്ബ് ഒരുക്കി വെച്ച ജന്നത്ത് അത് മുഴുവൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അറിഞ്ഞും അറിയാത്തതുമായ തിന്മകളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ആഫിയത്ത് നൽകണേ, അവർക്ക് ഹൈർ നൽകണേ, അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ബർക്കത്തും നൽകണേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ, അവർക്ക് റഹ്മത്ത് ചൊരിയണേ. അള്ളാഹു അവർക്ക് എല്ലാവിധ മഗ്ഫിറത്തും നൽകണേ. മഗ്ഫിറത്ത് റബ്ബേ നീ വാരിക്കോരി നൽകുന്ന ഈ ഒരു മാസങ്ങളിൽ റബ്ബേ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ. അള്ളാഹു നിന്റെ മഗ്ഫിറത്തിനെ കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ മൂടണേ. അള്ളാഹു നിന്റെ റഹ്മത്തിനെ കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ മൂടണേ. അള്ളാഹു നിന്റെ റഹ്മത്ത് സദാ ഞങ്ങളിൽ നീ വർഷിപ്പിക്കണേ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന വലുതും ചെറുതുമായ, അതുപോലെ തന്നെ രഹസ്യമായതും പരസ്യമായതുമായ തിന്മകളെ റബ്ബേ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകണേ. ഞങ്ങളുടെ തൊഴിലുകൾ എളുപ്പമാക്കി തരണേ. അള്ളാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് എല്ലാവിധ വിശുദ്ധിയും റബ്ബേ നീ സമ്മാനിക്കണേ. അവർക്ക് ഏറ്റവും നല്ല ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ റബ്ബേ നീ അവർക്ക് സമ്മാനിക്കണേ. അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള അറിവും വിവേകവും റബ്ബേ നീ അവർക്ക് പ്രദാനം ചെയ്യണേ. ആധുനികമായ എല്ലാ ഫിത്നകളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാത്തുരക്ഷിക്കണേ. അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവിധ ഐശ്വര്യവും റബ്ബേ നീ നിറക്കണേ. പല പ്രയാസങ്ങളുള്ളവരുണ്ട്, പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. റബ്ബേ അവിടെ ബുദ്ധിമുട്ടുകൾ, അവിടെ പ്രയാസങ്ങളൊക്കെ റബ്ബേ നീ മാറ്റി കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. അള്ളാഹു ഞങ്ങളുടെ നോമ്പ്, ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞ ഞങ്ങളുടെ നാവുകൾ കൊണ്ട് റബ്ബേ ഞങ്ങൾ നിന്നോട് തേടുകയാണ്, നിന്നോട് ഞങ്ങൾ ഹൗസിനെ ചോദിക്കുകയാണ്. നിന്റെ സഹായം മരണം വരെ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. മരണാനന്തര ജീവിതം റബ്ബേ നീ നന്നാക്കി തരണേ. ഏറ്റവും നല്ലൊരു മരണം നൽകി റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ഈ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ, ആരാധനകളെ സ്വീകരിക്കണേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറം വമുഖാമ. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീനാ യാ റബ്ബൽ ആലമീൻ. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീനാ യാ റബ്ബൽ ആലമീൻ. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീനാ യാ റബ്ബൽ ആലമീൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. اللهم ارحمهم كما ربونا صغارا. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.